നമ്മളങ്ങനെ ഡാമിൻ്റെ അവിടെ എത്തി. ചുമ്മാ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരും. ഭയം പേടിയാവുണ്ട് അപ്പോൾ നിനക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ? കാരണം ഒരു ഡാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാരൊക്കെ കാണും. ഇതിപ്പോൾ നോക്ക്, ഞാനും അപ്പോൾ പോലെ അത് ആരുമില്ല. ഈശ്വര പേടിയാവുന്നു. വാ എന്നാലും നമുക്ക് ഒന്ന് പോയി നോക്കാം മുന്നോട്ട്. ഇവിടെ പാർക്കും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അവിടെ ടോയ്ലറ്റ്, പിന്നെ ഇവിടെ എവിടെ ബാർബിക്യൂ, അവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ അധികം ആൾക്കാരില്ല. പക്ഷേ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് ഹോളിഡേ ആയതുകൊണ്ട് ആൾക്കാർ കാണുമെന്ന് ഞാൻ വിചാരിച്ചേ, പക്ഷെ ആരുമില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് വീഡിയോ ഒക്കെ പിടിക്കാത്ത പോലെ. പിന്നെ നമ്മളെ വീഡിയോ പിടിച്ചു എന്നിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുള്ള സ്ഥലമല്ല. പിന്നെ ചിലവർക്കൊന്നും ഇഷ്ടാവില്ലല്ലോ അങ്ങനെ വീഡിയോ പിടിക്കുന്നതൊന്നും. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ താഴെ എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ അവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നതിൻ്റെ അവിടേക്ക് പോയി നോക്കാം. ഇവിടെ ആടുകളൊക്കെ വരാറുണ്ട് തോന്നുന്നു. പശുവിൻ്റെ ആടിൻ്റെയൊക്കെ അപ്പിയുണ്ട്. അപ്പിയും താഴെ കൂടെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നുമില്ല. നമുക്കൊരു പണിയാവും, തിരിച്ചു പോയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഡാമിൻ്റെ മുകളിലേക്ക് നടന്നു പോയി നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ജസ്റ്റ് ഈ ബാർബിക്യൂ ഉണ്ടാക്കി തന്നെ സെറ്റപ്പ് ഒന്ന് കാണാൻ പറ്റും. വെറുതെ കല്ലൊക്കെ വെച്ചിട്ട് ഒരു ഭംഗിയിൽ സംഭവം ഉണ്ടാക്കി വെച്ചേക്കാം. ഇവിടെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആട്ടോ അത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അകലേന്നൊക്കെ കാരവനുകളൊക്കെ ആയിട്ട് ആൾക്കാർ വരും. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പാടുള്ള കാരവനെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് ബാർബിക്യൂ അടിച്ച് പോവാം. നമുക്കൊരു പണിയാം, മേളിലേക്ക് പോവാം. മേളിൽ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് കണ്ടോ ആ കാണുന്ന അതിൻ്റെ കൂടെ നടന്ന് അങ്ങ് വരാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഡാം. ബായ് നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം. നല്ല രസമല്ലേ ഇതുണ്ടാക്കി വെച്ചേക്കണത്തൊക്കെ? കാട് പോലെ. ഇത് യൂക്കാലി മരം കേട്ടോ ഈ കാണുന്നത്. യൂക്കാലി മരം ഇവിടെ ഇഷ്ടംപോലെ എങ്ങനെയുണ്ട് യൂക്കാലി. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഇല്ല ഇവിടെ. അതുകൊണ്ടായിരിക്കാം ആൾക്കാർ ഇല്ലാത്ത. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ജസ്റ്റ് വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ കറങ്ങി പോയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് അല്ലേ? അപ്പോൾ വന്നിട്ടില്ലല്ലോ ഇവിടെ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. കണ്ടോ യൂക്കാലി മരമൊക്കെ നോക്കി, തൊലിയൊക്കെ പൊളിഞ്ഞിട്ട്. യൂക്കാലിയാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഉറപ്പൊന്നുമില്ല. കണ്ടിട്ടൊരു യൂക്കാലി മരത്തിൻ്റെ ഒരു യൂക്കാലി മരമാണോ അല്ലേ? അപ്പം നോക്കി, അപ്പോൾ യൂക്കാലിയാണോ അത്? അറിയില്ല. യൂക്കാലി മരമാണോ എന്നൊരു ഡൗട്ട്. ആർക്കെങ്കിലും ഈ മരം യൂക്കാലിയാണോ ഏത് മരമാണെന്നുള്ളത് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ മേടിച്ചാണോ വണ്ടി ഏതാണെന്ന് ചോദിച്ചു. അതേപോലെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, ഓസ്ട്രേലിയയിൽ പാമ്പുണ്ട്, എട്ടുകാലികളുണ്ട്. ഒരുപാട് പേര് ചോദിച്ചു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പല കൂട്ടുകാരന്മാരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ അവിടെ ചെന്നിട്ട് പാമ്പിനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഇപ്പം നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലിപ്പോൾ അങ്കമാലിലാണ് എൻ്റെ വീട് നാട്ടിൽ. അവിടെ നമ്മൾ നോർമലി ചില സമയത്ത് റോട്ടിൽ കൂടെ വൈകി പോരുമ്പോൾ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് റോഡ് ക്രോസ് ചെയ്ത് പാമ്പ് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അത് വെട്ടി തെളിക്കാതെ വൃത്തിയില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് പാമ്പുണ്ടാവില്ലേ, അതേപോലെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു കാട് പോലത്തെ സ്ഥലത്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കാട്ടിലേക്ക് ഒരു പാമ്പ് പോകണം കണ്ടിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ. ഞാൻ ഇതുവരെ അങ്ങനെ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഇവിടെ ഒത്തിരി പാമ്പുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു കാട് പോലത്തെ സ്ഥലമാണ്. നോക്ക് എന്തുണ്ട് ഇവിടെ, ഒരു കുഴപ്പമില്ല. വെറുതെ ഓരോരുത്തർ പേടിപ്പിക്കുന്നു. പാമ്പുള്ള സ്ഥലം ഉണ്ടാവാട്ടോ കുറേയൊക്കെ, എനിക്കറിയില്ല. ഇനിവേ ഞങ്ങളുള്ള സ്ഥലത്ത് അങ്ങനെ പാമ്പോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഇച്ചിരി ഒരു റിമോട്ട് ഏരിയയിലാണ്, അതുകൊണ്ട് അധികം ആൾക്കാരോ കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ പിന്നീട് ഇടാം. ഇത് പിന്നെ എന്നോട് ചോദിച്ചു വണ്ടി നിങ്ങൾ ഏതാ എടുത്തതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഞാൻ എടുത്തേക്കണ വണ്ടി ഇതാണ്, നിസാൻ എക്സ്ട്രയിൽ 2023 മോഡൽ, ഫുൾ ഓപ്ഷനാണ്. നമ്മൾ ഈ ടയോട്ട എനിക്കിഷ്ടമുള്ളൊരു വണ്ടി ടയോട്ട തന്നെയായിരുന്നു. ടയോട്ട പ്രാഡോ എടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹവും. ടയോട്ടയുടെ വണ്ടികളൊക്കെ ഇവിടെ പ്രാഡൊക്കെ കിട്ടണമെങ്കിൽ 1 വർഷം 1.5 വർഷമൊക്കെ ബുക്കിംഗാണ്. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയില്ലാതെ ഒരിക്കലും ഇവിടെ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ വണ്ടി പെട്ടെന്ന് കിട്ടാനായിട്ട് അന്ന് ഓഫറായിരുന്നു, 2023 വണ്ടി ഓഫർ ഇട്ടു. അങ്ങനെ ഞാൻ പോയി എടുത്ത വണ്ടിയാണിത്. പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്താണ്, നിസാൻ്റെ. നല്ല വണ്ടി കേട്ടോ. ഞാൻ അങ്ങനെ നിസാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ അതുകൊണ്ട് തന്നെ നിസാൻ എടുക്കാനൊരു മടിയായിരുന്നു. എങ്കിൽ പോലും നല്ല പുലിക്കുട്ടിയാണ്, ഓടിക്കാനും നല്ല സുഖമാണ്, ഒരു അനക്കമില്ല, അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്, നല്ല കംഫർട്ടാണ്. പിന്നെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് വണ്ടിയിൽ. ഫുൾ സെൻസറൊക്കെയാണ്. വണ്ടി ഒന്ന് ഫുള്ള് കാണിച്ചു അപ്പു, ഫ്രണ്ടും ബാക്കൊക്കെ ഒന്ന് കാണിച്ചു നമ്മുടെ വണ്ടി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറ്, എൻ്റെ ഒരു ഫേവറേറ്റ് കളർ എന്ന് വെച്ചാൽ ബ്ലൂവും വൈറ്റും ആണ്. അപ്പോൾ വൈറ്റിനേക്കാൾ ഇച്ചിരി നല്ലതായിട്ട് എനിക്ക് വണ്ടി തോന്നിയത് ബ്ലൂ ആണ്. അതുകൊണ്ട് ഞാൻ ബ്ലൂ എടുത്തത്. ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹമായ പ്രാഡോ ഞാൻ എടുക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇത് മനുമോക്ക് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പയ്യെ ഉള്ളും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് കാണിച്ചാൽ നമുക്ക് ഇവിടുന്ന് പയ്യെ വന്നിട്ടില്ല കേട്ടോ. ഇത് ഫുൾ ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഇത് ഒരുമാതിരി എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. ഓട്ടോ ഡ്രൈവ്, ക്രൂസ് കൺട്രോള്, അതേപോലെ തന്നെ ഫുൾ ടോപ്പ് തുറക്കാൻ പറ്റും, ഫുള്ള് തുറക്കാൻ പറ്റും ഇപ്പോൾ ടോപ്പ്. അങ്ങനെ ഒത്തിരി ഉണ്ട്. വണ്ടി നല്ല സുഖമാണ് ഓടിക്കാനും. എനിക്കിഷ്ടമായി എന്തായാലും. ഞാനിത് കൊണ്ട് ലോങ് ട്രിപ്പ് പോയൊരു ഇവിടുന്ന് ഞങ്ങൾ മെൽബണിലേക്ക് ഏകദേശം 900 കിലോമീറ്റർ ഉണ്ട്. ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല സുഖ ഡ്രൈവായിരുന്നു. വണ്ടിക്കോ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വണ്ടി ഞാനെടുത്തിട്ട് ഇപ്പോൾ 3 മാസമായി. 3 മാസം കൊണ്ട് നാളെ ഇതിൻ്റെ സെക്കൻഡ് സർവീസ് 10,000 കിലോമീറ്ററിൻ്റെ സർവീസിങ്ങിന് നാളെ പോവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. വണ്ടി പക്ക, ഒരു അനക്കം പോലും ഇല്ല. പിന്നെ പുത്തൻ വണ്ടിയല്ലേ, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും വരില്ല. പിന്നെ ഇതുവരെ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ഈ ടയോട്ട വണ്ടികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കാം ആ ഒരു ഇതാണ് മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് ടയോട്ട തന്നെ എടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ടയോട്ടയ്ക്ക് ഇവിടെ ഇച്ചിരി ഡിമാൻഡ് ആയതുകൊണ്ട് അത് കിട്ടാനും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഇതായതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ നിസാൻ എടുത്തത്. പക്ഷെ കുഴപ്പമില്ല, എനിക്കതായാലും വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എത്രത്തോളം കംഫർട്ടായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇനി ഞാൻ ഓടിച്ചു, എനിക്ക് വളരെ ഇഷ്ടമായി. സൂപ്പറായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല സുഖമായിരുന്നു യാത്ര, ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി നമുക്ക് അതിൽ കൂടെ ഒന്ന് നടന്ന് പോയി നോക്കാം. അങ്ങോട്ട് കുറച്ച് ദൂരം ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നടന്ന് അവിടെ വരെ പോയി. ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇന്ന് തണുക്കുണ്ടോടാ? വലിയ തണുപ്പില്ല. വിൻ്റർ ആണെങ്കിലും ഞങ്ങൾ പിന്നെ UK ഇതിലും കൂടുതൽ തണുപ്പിന്ന് വന്നതുകൊണ്ടായിരിക്കാം ഇത് അങ്ങനെ വലിയൊരു തണുപ്പായിട്ട് തോന്നുന്നില്ല. എങ്കിലും ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുഡീസൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണേ. നമ്മുടെ പൊന്നുക്കുട്ടനുണ്ടായിരുന്നു. പൊന്നുക്കുട്ടന് വീട്ടിൽ പുള്ളിക്ക് സ്കൂൾ അടച്ച് മൊബൈൽ നോക്കാൻ കിട്ടിയ അവസരമായതുകൊണ്ട് ആശാൻ ഞങ്ങളുടെ കൂടെ വന്നില്ല. പിന്നെ മനുമോളൊന്ന് വീട്ടിലുണ്ട്. മനുമോൾക്ക് കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ പൊന്നു മമ്മിക്ക് കൂട്ടിയിരുന്നു. നല്ല രസമല്ലേ അങ്ങ് നോക്കിയാൽ മലകൾ അല്ലേ. ഇത് ആ താഴെ കാണുന്ന ആ റൂട്ടിൽ നിന്ന് കേട്ടോ നമ്മൾ കയറി അതികൂടെയാണ് കയറി വന്നേട്ടോ. നമ്മൾ അവിടെയായിരുന്നു തന്നെ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അങ്ങ് അറ്റത്ത് പോയി കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള മലനിരകൾ ഒക്കെ ആയിട്ട്. ബായ് അപ്പോൾ നമുക്ക് ഡാമിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടേക്ക് നോ വെഹിക്കിൾ ആക്സസ് ആണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഡാമിൻ്റെ കാഴ്ചകൾ. അങ്ങോട്ട് നോ എൻട്രി ആണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തന്നിട്ട് അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ സമയം 2 പോണു. ചോറുണ്ടിട്ടില്ല, വിശക്കുന്നുണ്ട്. 2 ചേട്ടന്മാരിങ്ങനെ വരുന്നുണ്ട്, അവർ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഈ ഡാമിൻ്റെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പ്ലേസ് സെലക്ട് ചെയ്തിട്ട് അടുത്തൊരു ദിവസം അവിടേക്ക് പോകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.